السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നമ്മുടെ കോഴ്സിൽ കഴിഞ്ഞ മൂന്ന് വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് എടുത്തത്. ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ ഏതൊക്കെയാ? മതം പഠിക്കുന്ന മഹത്വങ്ങൾ. ഓക്കെ, ഗുഡ്, മാഷാ അല്ലാ. പിന്നെ തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ തിന്മകളിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. പിന്നെ ഒന്നും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നുകൂടി. റസ്ബിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളൊരു എന്താണ് ജീവിത ലക്ഷ്യം. ഓക്കെ 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 ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ ഈ മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് അള്ളാഹുവുമായി മതം പഠനം എന്നുള്ള നിലക്കുള്ള ഭാഗമായിരുന്നു. മതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിലൂടെ മെച്ചമുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഒരു 3 പോയിന്റുകളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തത് ഒരു എന്താണ്, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് എന്തിനാണ് നമ്മുടെ ജീവിതം, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ പബ്ജിയും കളിച്ച് അല്ലെങ്കിൽ ഫുട്ബോളും കളിച്ച് അങ്ങനെ ജീവിക്കാനാണോ, അതല്ല നമ്മുടെ ജീവിതത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ടോ ഇല്ലേ, ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലെ? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഇരിക്കുന്ന ഇരുത്തത്തിനൊരു ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന എനിക്കൊരു ഉദ്ദേശമുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മളൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തിനു പോയി എന്നുള്ളത് ചോദ്യത്തിനൊരു മറുപടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ബസ്സിൽ പോവുകയാണെങ്കിൽ, ഒരു ബസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ കയറുന്ന എല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട് അല്ലേ? അതിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്കാണെങ്കിലും കണ്ടക്ടർക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ സീറ്റിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഉദ്ദേശമുണ്ട്. എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് വളരെ വിശദമായി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 2 ആളുകളെ കുറിച്ചാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു ഗൗരവത്തിൽ ഇരിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പം മാഷാ അല്ലാ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. മുഹമ്മദ് ഹിഷാന്റെ ക്യാമറ ഓണല്ല. ആഹിൽ, അബ്ദുൽ ഹാദി, ഈ ഫൗസി ആരാ? ഫൗസിയ പോയാ. എ എം ആരാ? എ എം നമ്മൾ പി എം അയക്കണേ. എ എം സമയം പി എമ്മിലേക്ക് മാറിയിട്ടുണ്ട്. എ എം ആളുണ്ടോ? എ എം ഇല്ല, ആളില്ലാത്ത പോസ്റ്റാണ്. എം 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 ആളുണ്ടോ? എന്താ വെച്ചാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയറാൻ കഴിയൂല. അതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കണതിൽ അർത്ഥമില്ല. ഓക്കെ, ബാക്കി എല്ലാവരും കയറി മാഷാ അല്ലാ. എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്കിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 തണൽ മരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരെ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീന് കാണിച്ചു തരാം. അത് നിങ്ങൾ എവിടെയെങ്കിലും, ഒരു മൊബൈൽ സ്ക്രീനാണ്, ആ മൊബൈൽ സ്ക്രീനിലുള്ള വാചകം നിങ്ങൾ വായിച്ചിട്ട് അതെവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്താം. നമ്മുടെ വിഷയം ഏതാട്ടോ? ഉമ്മയും ഉപ്പയും, നമ്മുടെ 2 തണൽ മരങ്ങൾ എന്നുള്ളതാണ് ഹെഡിങ്. ഉമ്മയും ഉപ്പയും. ഓക്കെ, റെഡി? ഉമ്മയും ഉപ്പയും എന്നാണ് നമ്മുടെ വിഷയം.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഉമ്മയും ഉപ്പയും എഴുതിയോ? ഹെഡിങ് മാത്രം എഴുതിയാൽ മതി, വേറൊന്നും നിങ്ങൾ എഴുതണ്ട. ഹെഡിങ് മാത്രം എഴുതിയാൽ മതി, ഉമ്മയും ഉപ്പയും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഇതൊരു മൊബൈൽ സ്ക്രീനിൽ വന്ന ഒരു എഴുത്താണ്. ഇത് ഉമ്മയും ഉപ്പയും എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. ഉമ്മയും ഉപ്പയും. എടോ, ഇത് ഉമ്മ ഉപ്പാന്ന് എഴുതാൻ അറിയില്ലേ? ആ, എന്നാലേ ഇത് എഴുതാനുള്ളതല്ല, ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് എന്താ സംഭവം എന്നുള്ളത്? ഇഫ് യു സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. ഐ ലവ് യു എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എന്തിന്റെയാണെന്ന് ആർക്കെങ്കിലും പറയാം? ആ, സ്നേഹാണ്. എന്താണിത്? ആർക്കാ പറയാൻ പറ്റുക? ഇത് ഒരു മൊബൈൽ സ്ക്രീനിൽ വന്ന ഒരു എഴുത്താണ്. ഇത് ഏത് സാഹചര്യത്തിൽ ആര് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഉമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. ആരുടെ ഉമ്മ? എവിടെ വെച്ച് പറഞ്ഞു? നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മയല്ല. നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, പക്ഷെ ഇതൊരു പ്രത്യേക ഒരു ഉമ്മ പറഞ്ഞതാണ്. ഏതോ ഒരു ഉമ്മ, ഏതോ ഒരു മാതാവ്. ആർക്കാ പറയാൻ പറ്റുക? ആർക്കെങ്കിലും അറിയോ? പറയും. ഇല്ല, ആർക്കും അറിയില്ലെങ്കിൽ അറിയില്ല പറയടോ. അറിയോല്ലേ? അറിയില്ല. അറിയില്ല. ഓക്കെ, എന്നാ നമുക്ക് പറഞ്ഞുതരാം. ആരുടെ വാക്കാന്ന് കണ്ടോളിട്ടോ. അത് ഒന്നും കൂടി കണ്ടോ. ജപ്പാനിലുണ്ടായ ഒരു ഭൂകമ്പം. ഒരു കഥ പറഞ്ഞു തരാം. ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ആ ഭൂകമ്പത്തിൽ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ വീണുപോയി. ആ വീണുപോയ സമയത്ത് ആ ജപ്പാനിൽ എല്ലാം വീണുപോയി, ആളുകൾ കുറെ മരണപ്പെട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഫയർഫോഴ്സിന്റെയും അല്ലെങ്കിൽ അഗ്നിശമന സേനാംഗങ്ങളും അതല്ലെങ്കിൽ മറ്റ് രക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഫസലോ, മൈക്ക് ഓഫ് ചെയ്യ് ചങ്ങായിയെ. ഇത് അവിടെ മാന്തി ജോർജും പറഞ്ഞു അവിടെ കേൾക്കൂലേ മൈക്ക് ഓഫ് ചെയ്യാതെ? ഓക്കെ, അപ്പോഴേ നമ്മള് ഈ ഒരു സംഭവം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജപ്പാനിൽ ഇങ്ങനെ ഒരു മരണം നടന്ന് അല്ലെങ്കിൽ ഒരു ഭൂകമ്പം നടന്ന് കുറേ ആളുകൾ മരിച്ചു. അങ്ങനെ ഓരോരുത്തരെയും അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ പല ബിൽഡിങ്ങുകളും വീണിട്ടുണ്ട്, പല വലിയ വലിയ പിന്നെ വീടുകൾ വീണിട്ടുണ്ട്, ഒക്കെ മണ്ണിനടിയിലാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരികയാണ്. വന്നിട്ട് അവര് ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ട്. അവിടുന്ന് ഓരോരുത്തരും എടുത്ത് ഇങ്ങനെ മാറ്റി. അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു ഉമ്മ, ഒരു സ്ത്രീ, അവരിങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും മരിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന, കമിഴ്ന്ന് കിടക്കുന്ന ആ ഉമ്മയുടെ കിടത്തം കണ്ടപ്പോ ഈ സേനാംഗങ്ങളിൽ ഒരാൾക്ക് അതിലെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താ പോലെ അങ്ങനെ കിടക്കണേ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയെ അവിടുന്ന് മാറ്റണം. അവിടുന്ന് മാറ്റുന്ന സമയത്താണ് അവർ കാണുന്നത് ആ സ്ത്രീ തൻ്റെ ചെറിയ ഒരു കുട്ടിയെ താനൊരു കവർ ചെയ്യപ്പെട്ടതുപോലെ, അതായത് കുട്ടിനെ അവിടെ കിടത്തിയിട്ട് അതിന്റെ മുകളിലാണ് ആ ഉമ്മ കിടക്കണത്. ആ കുട്ടിക്കൊന്നും പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഈ ഉമ്മയുടെ മുകളിലേക്ക് പലതും വീണിട്ടാണ് ഉമ്മ മരിച്ചിക്കണേ. ഉമ്മ മരിച്ചു. പക്ഷെ ഇവര് നോക്കുമ്പോൾ ആ കുട്ടീനെ അവിടെ കിടക്കണത് കാണാം. ആ കുട്ടി അവിടെ കിടക്കണ കാണാം. ഇവര് ആ കുട്ടിയെ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ആ കുട്ടി കിടക്കുന്ന ഭാഗത്ത് ഈ ഉമ്മ തൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് പോലെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു നമ്മൾ നേരത്തെ വായിച്ചത്. നീ എങ്ങാനും രക്ഷപ്പെടുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. സത്യത്തിൽ അത് കേവലം ഒരു ജപ്പാനിലെ ഉമ്മയുടെ ക്യാരക്ടർ അല്ല. എല്ലാ ഉമ്മമാരും
എല്ലാ ഉപ്പമാരും അങ്ങനെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളും ഉമ്മയും കൂടി റോട്ടിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു, ആകെ ഒരു കുടയാണുള്ളതെങ്കിൽ ഉമ്മ ആ കുട നമ്മളെ കയ്യിൽ തരും. എൻ്റെ കുട്ടി നനയേണ്ട കേട്ടോ എന്ന് പറയും. ഉമ്മ നനയും, പ്രശ്നമില്ല, ഉമ്മാക്ക് പ്രശ്നമല്ല. അത് ഭക്ഷണം കൊണ്ടുവന്നു, ആകെ ഒന്നേ ഉള്ളൂ അവിടെ, നമ്മളുണ്ട്, നമ്മുടെ ഉമ്മ ഉണ്ട്. ഉമ്മ എന്താ ചെയ്യാ? ഉമ്മ തിന്നട്ടെ എന്നാ പറയാ, അതോ നിങ്ങൾക്ക് തരിക ചെയ്യാ? ഏതല്ലേ? ഏതാ ചെയ്യാ? പറയും. ഉമ്മ തിന്നോ അതോ നമുക്ക് തരുമോ? ഞാൻ പറയണ കേൾക്കുന്നില്ല മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാ പറയും. നിങ്ങൾ പറഞ്ഞ എനിക്ക് ക്ലിയർ ആയില്ല, ഇവിടെ എന്തോ നെറ്റിന് ചെറിയ പ്രശ്നം വന്നു. പറയും. അങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? നമുക്ക് തരൂ. നമുക്ക് തരും അല്ലേ? നമുക്ക് തരും. ഉമ്മ അറിയാ എനിക്ക് വേണ്ടാറ്. നമ്മൾ ഉമ്മ എന്നാ പകുതി നിങ്ങൾ എടുത്തോളി, ഇല്ലടാ എനിക്ക് വിശക്കണില്ല അറിയും. അതാണ് നമ്മളമ്മ. സത്യത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അപ്പൊ എന്താണ് ശരിക്കും അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്? അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, അവർ നമുക്ക് എന്ത് ചെയ്തു? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതെന്ന് പറയോ? എന്താണ് ഉമ്മയും ഉപ്പയും നമുക്ക് ചെയ്തു തന്നിക്കണേ? നിങ്ങൾ പറയും. നിങ്ങൾ ഇവിടെ അല്ല കേട്ടോ, നിങ്ങൾ വേറെ ചില ആൾക്കാർ സ്ക്രീനിൽ നോക്കിയിരിക്കണം. വേറെ സ്ക്രീനിലാണ് നിങ്ങൾ നോക്കണത്. നമുക്ക് മനസ്സിലാവൂടാ? പറയും. അവര് നമുക്ക് വേണ്ടി അവർക്ക് നമുക്ക് വേണ്ടി എന്നും ചെയ്യും. അല്ലേ? ഓര് നമുക്ക് എന്തൊക്കെ ചെയ്തു? സ്നേഹം തരും. സ്നേഹം തരും. ഓക്കെ, പിന്നെ പറയണൊക്കെ വാങ്ങി തരും. പറയണ വാങ്ങിത്തരും. പിന്നെ ആർക്കും പറയട്ടോ, ഇത് ഷെഹ്സാ മാത്രമേ പറയണുള്ളൂ, ബാക്കി ആരും ഒന്നും മിണ്ടണില്ല. നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആകടോ, ഒന്ന് ഉഷാറായിട്ട് ഒന്നാണ് എല്ലാരും. ഇവിടെ അല്ലേ? ഭക്ഷണം ലഭിക്കും. ഭക്ഷണം നൽകും അല്ലേ? ഓക്കെ. പിന്നെ ഗുഡ്. നമ്മള് ബീച്ചിലെല്ലാം കൊണ്ടുപോകും. ബീച്ചിൽ കൊണ്ടുപോകും, നമ്മൾ ടൂർ കൊണ്ടുപോകും. പിന്നെ അല്ലമീനെ എന്താ ഒന്നും പറയാത്തെ? അല്ലമീൻ പറഞ്ഞേ. ഫസിൽ എന്താ പറയണ്ടേ? ഫസിൽ പറയാം. എന്നെ ഉമ്മക്ക് കിച്ചണ് കഷ്ടപ്പാട് ഫുഡൊക്കെ ഉണ്ടാക്കാണ്. അതെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യണം, നമ്മളെ നോക്കണേ അല്ലേ? ഓക്കെ. പിന്നെ കഴിഞ്ഞോ? നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഓക്കെ, മാഷാ അല്ലാ. പിന്നെ ഉപ്പ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മ പറയുന്ന സാധനം വാങ്ങിച്ചു തരും. ഓക്കെ, മാഷാ അല്ലാ. നമുക്ക് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ വാങ്ങിത്തരും. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഇസ്തിരി തരും. ഡ്രസ്സ് ഇസ്തിരിട്ട് തരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കരിക്കാന്നുണ്ട്. അതല്ലാതെ ഉമ്മ നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? പ്രസവിക്കും. ഗുഡ്. നമ്മൾ പ്രസവിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. അതിന്റെ ഇടയിൽ ഇപ്പൊ ചില ആൾക്കാർ ഈ ക്യാമറ ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. നസിയാന്റെ മോൻ ഇമ്രാൻ ഇജ്ജ് എങ്ങോട്ടാ പോണേടാ? ഇജ്ജ് എങ്ങോട്ടാ പോണേ? എന്നെ കാണുന്നില്ല, ഇജ്ജ് ഇടക്കിടക്ക് പോകുന്നുണ്ട്. ഇമ്രാൻ, മൈക്ക് ഓണാക്ക് മോനെ. ഞാൻ പോയില്ല. പിന്നെന്താ ക്യാമറ ഓഫ് ചെയ്യണേ? എന്തിനാ ക്യാമറ ഓഫ് ചെയ്യണേ? എന്തിനാ? അറിയാതെ ഓഫ് ആക്കുക? എന്താണ്? കേൾക്കുന്നില്ല. നന്ദി ഓഫ് ചെയ്യണ്ടോ? ഓഫ് ചെയ്യാതിരിക്കട്ടോ. ഓക്കെ. ഈ അഫ്താബ് ഇവിടെ ഉണ്ടോ? അഫ്താബ്?
ആ അഫ്താബ് ക്യാമറ ഓൺ ആക്കുവാണേ. അഫ്താബ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അഫ്താബും കൂടി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഫൗസിയ ആരാണ്? ഫൗസിയ പറഞ്ഞ അപ്പ പോവും, വിളിച്ച അപ്പ പോവും. അഫ്താബ് ക്യാമറ ഓൺ ആക്കുവാനെ. അഫ്താബ് അഫ്താബ് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? അഫ്താബു പറയണ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്നാൽ തൽക്കാലം അഫ്താബ് എന്ത് ചെയ്യേ, പിന്നെ അഫ്താബ് കേൾക്കുന്നുണ്ടോ? പറയണ കേൾക്കുന്നുണ്ടോ? ആ എന്താ ആ. ക്യാമറ ഓൺ ആക്കാത്ത? എന്താ അത് എന്താണ് വൈഫൈസിലോ ആണ്. കേട്ടില്ല. വൈഫൈസിലോ ആണ്. വൈഫൈ സ്ലോവാ? ഞാൻ പറയണേ ക്ലിയർ ആവുണ്ടോ ഉനക്ക്? പറയുന്നത് ക്ലിയർ ആവുണ്ടോ? ആ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാ ചോദിക്കണേ. ഹലോ. ഞാൻ പറയുന്നതും ക്ലിയർ ആവണില്ല, അന്നെ നമുക്ക് കാണുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ ഇരിക്കണില്ല അർത്ഥമല്ലല്ലോ. ഈ ഫൗസിയ ക്ലിയർ. ആരാന്ന് കൂടി പറഞ്ഞു തരുമോ? ഫൗസിയ അതാ ആരാന്ന് ചോദിച്ചാൽ അപ്പം പോവും. നല്ല അടിപൊളി ടീമാണ്. ഓക്കെ, അപ്പോഴേ എന്നാ അഫ്താബിനെ നമുക്കൊന്ന് ഒഴിവാക്കി തരണോ? അഫ്താബെ ഒഴിവാക്കി തരണോ? റിമൂവ് ചെയ്യണോ? കേൾക്കുന്നുണ്ടോ? വൈഫൈസിലോ ആണ്. ഓക്കെ, ആ കേക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിക്കൂട്ടോ, ഞാൻ അങ്ങനെ വിളിക്കും, അപ്പൊ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയും ഫൗസിയ വന്നു. ആരാ ഫൗസിയ? ആരാ? അതാ പോവുകയും ചെയ്തു. ഇനി ഒരു കയറൂല. ഇനി കയറിയാൽ ഒരു നമുക്ക് ഒഴിവാക്കി കൊടുക്കുക, കാരണം ഇത് വെറുതെ തമാശ കളിക്കാനല്ലല്ലോ ക്ലാസ്. ഓക്കെ മക്കളെ, നമുക്ക് എന്നാലേ പിന്നെ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇനി വരികയാണ്. അത് നമ്മളെ മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം. അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രം. ഏതാണ് ആ ചരിത്രം എന്നറിയോ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ്? അത് കേട്ടിട്ടുണ്ടോ? ആ ഒരു ചരിത്രം ആരെങ്കിലും കേട്ടിക്കണോ? നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത് ആരോടാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഫൗസിയ പിന്നെയും വന്നിട്ടുണ്ടോ? ഫൗസിയ ഓയ് വിളിച്ചാ പോയി. വിളിച്ചാ പോയി, എന്നിട്ട് പിന്നെയും വരും. എന്ത് മനുഷ്യന്മാരോ അതൊക്കെ! യാതൊരു അന്തവും കുന്തവും അല്ലാത്ത ടീംസ് ഒക്കെ ആണല്ലോ അല്ലേ? ആരാന്നിട്ട് പറഞ്ഞാൽ മതി. അഞ്ഞി ഇവിടെ കേറണ്ട. ഫൗസി എന്നാ ഗെറ്റ് ഔട്ട് ആട്ടോ. ഇനി ഫൗസി കയറൂല. ഓക്കെ, അപ്പോഴേ പിന്നെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പറഞ്ഞുതരാം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സ്വഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും
ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത്, ഞാൻ സഹായിക്കേണ്ടതൊക്കെ ആരെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിന്റെ ഉമ്മയാണ്. ആ ചരിത്രം കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഉമ്മ 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 എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ടോ? യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അതന്നെ. എന്നാ ഷെഹസാൻ ഒന്ന് പറഞ്ഞതേ, ഷെഹസാൻ പറ. ഷെഹസാൻ അറിയണ പറഞ്ഞോ. അതറിയുള്ളൂ. അത്രേ ഉള്ളൂ അറിയാ, ബാക്കി കൂടി പറയണോ? എന്നിട്ട് ഉപ്പാന്ന് പറയും. ആ ഓക്കെ. എന്നാ അബ്ദുൽ ഹാദി എന്ന് പറഞ്ഞേ. അബ്ദുൽ ഹാദി എന്ന് പറഞ്ഞ എന്താണ് ആ ചരിത്രം? നബിനോട് ഒരാൾ ചോദിക്കും ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണെന്ന്. ആ. അപ്പൊ ഒരു വട്ടം ഉമ്മ പറയും, രണ്ടാമത്തെ പ്രാവശ്യം ഉമ്മ എന്ന് പറയും, മൂന്നാമത്തെ പ്രാവശ്യം ഉമ്മ എന്ന് പറയും, പിന്നെ വാപ്പന്ന് പറയും. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്ക്. അടിപൊളി. അപ്പോ ഇതാണ് ശരിക്കും ആ ചരിത്രം. അതായത് പിന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത് ആരോടെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിന്റെ ഉമ്മനോട് എന്ന് പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു, നിന്റെ ഉമ്മ എന്ന് പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു, നിന്റെ ഉമ്മ എന്ന് പറഞ്ഞു. പിന്നെ ആരാ ചോദിച്ചാൽ പറഞ്ഞു നിന്റെ വാപ്പ. അപ്പൊ ആദ്യത്തെ 3 തവണയും പറഞ്ഞത് ഉമ്മയോട് എന്നാണ്. പിന്നെയാണ് വാപ്പ. എന്താണ് ശരിക്കും നമ്മളെ ഉമ്മ നമുക്ക് അതിന് മാത്രം ചെയ്തു തന്നിക്കണേ? എന്താണ് ഉമ്മ ചെയ്തെന്ന് അനുഗ്രഹം? എന്താ ഒരിക്കലും പറയാൻ പറ്റുമോ? ഉമ്മ നമുക്ക് എന്താ ചെയ്തു തന്നെ? നമുക്ക് വേണ്ടി കുറെ ത്യാഗം സഹിക്കും. എന്താണ് ത്യാഗം ചെയ്തത് അത് പറ. പ്രസവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് പറയാം. നിങ്ങളുടെ ഇത്താത്ത അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉണ്ടായതിനു ശേഷം പിന്നെ നിങ്ങളുടെ ഉമ്മ, നിങ്ങൾക്ക് താഴെ മക്കളുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അനിയനോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അനിയനോ അനിയത്തി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ ഇത്താത്ത ഉണ്ടോ? ഇത്താത്ത കുട്ടികളൊക്കെ ഉള്ള ഇത്താത്താരുണ്ടോ? ഇല്ല. ഏളാമാരുണ്ടോ? ആരുമില്ല. നിങ്ങൾ പിന്നെ മറ്റേ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ അവിടെ നിന്ന് പോയി നിന്നാൽ മതി. അപ്പൊ അവിടെ കാണാൻ പറ്റും. അതായത് ഗർഭിണികളാകുക എന്നുള്ളത് അല്ലേ? അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് അവർ ഗർഭിണിയാകുക എന്നുള്ളത്. നേരെ ശ്രദ്ധിച്ചു. ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണതെന്നറിയോ? ഞാൻ 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 മനസ്സിലായില്ല. അതായത് ഞാൻ ഉമ്മാനോടൊക്കെ വർത്താനം പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളാണത്. ഞാൻ അങ്ങനെ ചെയ്യും, ആര് പറഞ്ഞ കാര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഈ മുഹമ്മദ്, ഞാൻ ഷഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വലിയ ഡയലോഗ് അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയും. സത്യത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്തവരാണ് ആരെന്നറിയോ? നമ്മൾ ഉമ്മയുപ്പയും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉമ്മാനോട് ചോദിക്കണം. എന്താണെന്നറിയോ? ഉമ്മാനോട് ചോദിക്കണം കേട്ടോ. നിങ്ങളുടെ ഉമ്മ ഗർഭിണിയായി എന്ന് അറിയുന്ന ഒരു രംഗമുണ്ട്. ഒരു പക്ഷേ നല്ലോണം വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും, ഛർദിക്കുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ ഉമ്മതറിഞ്ഞ് ഉപ്പാനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആദ്യത്തെ കുട്ടീൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. മൂത്ത മക്കൾ ആരൊക്കെയാ? മൂത്ത മക്കളത് കൈവന്തിച്ചേ. ഉമ്മാൻ്റെ ഇപ്പാൻ്റെ മൂത്ത കുട്ടികളാരാ? എടാ മൂത്ത കുട്ടികളായിരിക്കാം. ഷെഹസാൻ ഉണ്ട്, പിന്നെ ആരാളെ? മുജിത്തൈദ് ഉണ്ട്, പിന്നെ റിസ്വിണ്ടോ? റാസി. പിന്നെ ആരാ? 3 ആളുള്ളൂ. ഉമ്മാന്റെ മൂത്ത കുട്ടികൾ അതാ അവിടെ അല്ലമീൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഇഷാൻ ഉണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? മോന്റെ പേരെന്താ? നെസിയാന്റെ മോന്റെ പേരെന്താ? അഷ്ഫാഖ്. പേര് അതിലേക്ക് മാറ്റുമോനെ, അഷ്ഫാഖ് അല്ലേ? അപ്പൊ എന്നാ നമ്മൾ കേട്ടോളി. ഷെഹസാന്, അഷ്ഫാഖ്, മുജ്തഹിദ്, അല്ലമീന്, ഇഷാന്, റാസി അല്ലേ? ഈ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കാം. പിന്നെ ആദ്യം ഉണ്ടോ? ആദ്യം മൂത്ത കുട്ടിയാ? ഗുഡ്. അപ്പൊ ഈ മൂത്ത മക്കളുടെ ഒക്കെ വിഷയത്തിലൊരു കാര്യം പറഞ്ഞുതരാം. ഉമ്മയുപ്പയൊക്കെ വമ്പം ബിൽഡപ്പ് കൊടുത്തിട്ടാ നമ്മളാക്കുക. വമ്പം ബിൽഡപ്പ് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിങ്ങൾ ഉമ്മാന്റെ വയറ്റിലായിന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാല് ഉമ്മ അത് പറയുന്നതോടുകൂടി ഇപ്പം അങ്ങോട്ട് പോയിട്ട് ഉമ്മാനോട് കെട്ടിപ്പിടിച്ചു.
എന്നിട്ട് നമുക്ക് എന്നാ പോവുക, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം, അത് വാങ്ങാം, ഇത് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാരിക്കോരി എന്ത് ചെയ്യും, ഉമ്മാക്ക് കൊടുക്കും. എല്ലാം ഭയങ്കരമായിട്ട് ശ്രദ്ധേക്കാരം. ബാക്കിയുള്ളതിൻ്റെ അർത്ഥം പിന്നെ എന്നാ രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടീനൊന്നും അതിനെ മറ്റേ തവിട് കൊടുത്ത് വാങ്ങിയെന്നല്ല പറയണേ. അവരൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടുന്ന് വല്ലാത്ത ഒരു പരിഗണനയും ശ്രദ്ധയൊക്കെ ഉണ്ടാകാം. ആ ശ്രദ്ധ എത്രത്തോളം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് ഉമ്മാന്റെ നടത്തം മാറാൻ തുടങ്ങും, ഉമ്മാന്റെ ഇരുത്തം മാറും, ഉമ്മാന്റെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരും. ഇപ്പൊ നമ്മളൊക്കെ പറയും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും, ആരങ്ങൾ ചോദിക്കാനെന്നൊക്കെ പറയും ചിലപ്പോൾ ഉമ്മാനോടൊക്കെ. എന്നാൽ ശ്രദ്ധിച്ചോ, ഉമ്മാക്ക് ഇഷ്ടമുള്ളത് പലതും ഒഴിവാക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. മനസ്സിലായില്ല? ഉമ്മാക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഗർഭിണി അത് കഴിക്കാൻ പറ്റൂല എന്ന് പറയും. ഗർഭിണി അത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പരിക്കേൽക്കും, കുട്ടിന്റെ ബുദ്ധിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, കുട്ടിയുടെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും, ആയിക്കോട്ടെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കാം. കുടുംബത്തിൽ എല്ലാവരും ടൂറ് പോകുകയാണ്, ഉമ്മാക്ക് നല്ല പൂതിയുണ്ട് പോകണം, എല്ലാവരും കൂടാണ്, വമ്പം പരിപാടിയൊക്കെയാണെന്നൊക്കെ പറയും, കല്യാണമാണ് അത് ഇങ്ങോട്ടൊക്കെ പറയും. പക്ഷെ ഡോക്ടർ പറയാണ് ഏയ് ഗർഭിണി ഈ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ല, യാത്ര പോകാൻ പാടില്ല, മണക്കണം. അപ്പം ആയിക്കോട്ടെ എന്നാൽ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഒഴിവാക്കും. ഇങ്ങനെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി, ഇത് മൂത്ത കുട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കുട്ടിൻ്റെ കാര്യത്തിലും നമ്മളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാകുക, നമ്മളെ ഉമ്മ നമ്മളെ നോക്കിയിട്ടുണ്ടാകുക. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉമ്മാന്റെ വയറിങ്ങനെ വീർത്ത് വരും. നമ്മൾ നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ കഴിയുമോ നേരെ? നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്കിങ്ങനെ ആകെ ഒരു പിന്നെ കുറച്ചേരം ഇങ്ങനെ നടന്നിട്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറച്ചിട്ട് കഴിയട്ടെ അതൊന്ന് വയറൊന്ന് റിലാക്സ് ആക്കിയാറ് അല്ലേ, അങ്ങനെ നമ്മൾ പറയാം. എങ്കിൽ നമ്മുടെ ഉമ്മാന്റെ നടത്തം മാറും. നിങ്ങൾ ഗർഭിണികളായ ആളുകൾ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ ഇവിടെ? മക്കൾ ശ്രദ്ധിക്കണുണ്ടോ? അഫ്താബ് കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. ഈ ഗർഭിണികളുടെ നടത്തം മാറണം. അവര് ഉള്ളിൽ കുട്ടി ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകാൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം പറഞ്ഞുതരാം. അതായത് ഒരു ദിവസം ഓന് രാത്രി ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഓൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അങ്ങനെ ഇവർ ചെന്നു കോളിംഗ് ബെല്ല് അടിച്ചു, ഭാര്യ വാതിൽ തുറന്നു, ഓന് റൂമിലേക്ക് കയറി, ഉള്ളിലേക്ക് കയറി. ഭാര്യ ഭക്ഷണമൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൻ ഭക്ഷണം കഴിക്കുന്നു, ഭാര്യ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥത ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഈ ഭാര്യ പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്, ഞാൻ പോയിട്ട് കിടക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ പോയി കിടന്നു പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ പോയിട്ട് കിടന്നു. ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പാത്രമൊക്കെ കഴുകി അങ്ങനെ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇയാൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ ഇങ്ങനെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇയാൾ അങ്ങനെ നേരെ ഇവിടെ വന്ന് കിടന്നു. ഇയാളുടെ ബെഡിൻ്റെ അടുത്ത് ഇയാൾ കിടക്കുന്നിടത്ത് വന്ന് കിടന്നു. ഇയാൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇങ്ങനെ കിടക്കണ സമയത്തുണ്ട് ഈ ഭാര്യ ഇങ്ങനെ തേങ്ങാണ്, ഇങ്ങനെ കരഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തേങ്ങി കരയുന്നുണ്ട്. അപ്പൊ ഇയാള് ആകെ ഒരു വിഷമായി. എന്താ ഇവിടെ എന്തിനാ പെട്ടെന്ന് കരയണം എന്തിനാ? ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ആ ഭാര്യന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു. എന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം, എന്തിനാ കരയണ ചോദിച്ചു. അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് പറഞ്ഞു ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ചോദിച്ചു. അപ്പോ ഇയാളുടെ കൈയെടുത്തിട്ട്, അതിൻ്റെ സുഹൃത്തിന്റെ കൈയെടുത്തിട്ട് അവന്റെ ഭാര്യ അവളുടെ വയറിന്റെ കുട്ടി കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചു. അയാൾ പറയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടി ഇങ്ങനെ ചവിട്ടണത് നമ്മളെ കയ്യുമൊക്കെ ഇങ്ങനെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇളക്കം ഇങ്ങനെ വരുന്നുണ്ട്. വയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇളക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സമയത്തിന്റെ വൈഫ് പറയണത് വെച്ചാൽ കുട്ടി ഇളകിയിട്ട് കുട്ടി ചവിട്ടാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഭാര്യനെ സമാധാനിപ്പിച്ച് പറഞ്ഞു
അത് നമ്മളെ കുട്ടിയല്ലേ, ക്ഷമിക്ക്, നമ്മളെ കുട്ടിയല്ല, കുട്ടി ഇങ്ങനെ ആയിക്കോട്ടെ, ഇളകല്ലേ, അത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാര്യയെ സമാധാനിപ്പിച്ചു. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ ജനിക്കണതിന് മുമ്പ് തന്നെ നമ്മളെ ഉമ്മാക്ക് വേദനകൾ ഉണ്ടാക്കിയിട്ടും ഉമ്മാക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടും ഉമ്മ ഒരിക്കലും പറഞ്ഞില്ല ഈ പണ്ടാരത്തിനൊന്നും കൊണ്ടേ കളഞ്ഞാണി എന്ന് പറയൂല. ഒരു ചീത്തവാക്ക് പോലും പറയൂല. ഇന്റെ കുട്ടി ഇന്റെ കുട്ടി ഇന്റെ കുട്ടി എന്നാ പറയാ. എന്നിട്ട് പിന്നെ ആ ഉമ്മയെ പിന്നെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ പിന്നെ ഗർഭിണികളായ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, നിങ്ങളെ താഴേക്ക് അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. നിങ്ങളവിടെ ചെല്ലുമ്പോൾ കാണാം ഉമ്മ ഇങ്ങനെ ആ വരാന്തി കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇത്താത്ത പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭിണി ആയിട്ടുള്ള ഇത്താത്താരുണ്ട്, പ്രസവത്തിന്റെ ടൈം ഉണ്ടെങ്കിൽ ഓരിങ്ങനെ നടക്കണം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെന്നു അതെന്താ പ്രസവിക്കാത്ത, അതെന്താ കുട്ടീൻ്റെ വരാത്തെന്താ, നമ്മൾ ആകെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ, അല്ലെങ്കിൽ കുട്ടീൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടാനാ. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ കാണാൻ ഇങ്ങനെ നടക്കണം. അപ്പൊ നമ്മൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്താ പിന്നെ ഇതെന്താ പ്രസവിക്കാത്തെന്താ, എന്തെങ്ങനെ നടക്കണെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ പ്രസവിക്കും, മരുന്ന് വെച്ചിട്ടുണ്ട്, വേദനക്കുള്ള മരുന്ന് വെച്ചിട്ടുണ്ട് എന്ന് അറിയാം. ശരിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണത് എന്തിനാ? വേദന പോകാനല്ലേ അല്ലേ? നമുക്ക് കാലുവേദന, കൈവേദന, വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് വേദനകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക. എന്നാൽ ഇവിടെ വേദന പോകാനല്ല, വേദന വരാനാണ്. എന്നിട്ട് അവിടുന്ന് വേദന വരുന്നൊരു രംഗം കേട്ടോളിട്ടോ, മുഴുവൻ കേട്ടോ. നിങ്ങളുടെ ഉമ്മാനെ ഇങ്ങനെ സ്ട്രക്ചറിൽ കിടത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഉമ്മങ്ങളെ പിന്നെ സാധാരണ പ്രസവമാണോ അതല്ല സിസേറിയനാണോ? സിസേറിയൻ ആൾക്കാരൊക്കെയാ? സിസേറിയനിലൂടെ പുറത്തു വന്ന ആൾക്കാരാരാ? മാന്യമഹാദേഹങ്ങളൊന്ന് കൈവന്തിച്ചേ. മുജ്തഹിദ് ഉണ്ട്, പിന്നെ ആരാളെ? സിസേറിയൻ, മനസ്സിലായില്ലേ? സിസേറിയൻ ഓപ്പറേഷനിലൂടെ പുറത്തു വന്നതാരാ? നിങ്ങളമ്മമാര് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അന്നൊക്കെ ഓപ്പറേഷൻ ചെയ്തെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ സുഖപ്രസവ, ഓക്കെ, സുഖമില്ലാത്ത പ്രസവമാണ് ശരിക്കും അത്. ഒരു സുഖമില്ലാത്ത ആ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ കേട്ടോളിയേ, മുജിത്തൈദ് കേട്ടോ. ഉമ്മ ഇടക്കിടക്ക് മുജിത്തൈദിനോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര പുറം വേദനിക്കുന്നുണ്ട്, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഉമ്മ കുറച്ചേരം അടിച്ചു വാരിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചു നേരം കുമ്പിട്ടിട്ട് വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പ പറയും ഞാൻ പോയിട്ട് കിടക്കട്ടെ അറിയും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേദന, കുറച്ചേരം ഇരിക്കട്ടെ അറിയും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സിസേറിയൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളുടെ ഉമ്മാനെ, മുജിത്തൈദ് കേട്ടോ, മോൻ്റെ ഉമ്മനെ ഒരു സ്ട്രക്ചറിൽ കിടത്തിയിട്ട്, എല്ലാവരും കേൾക്കട്ടോ അത് മക്കളെ, ഇത് വളരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പറയണേ. നമ്മുടെ ഉമ്മ എത്ര വലിയ ത്യാഗം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉമ്മാനെ സ്ട്രക്ചറിൽ കിടത്തും, എന്നിട്ട് നിങ്ങളുടെ ഉമ്മാൻ്റെ തല ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരും, ഉമ്മാന്റെ കാൽമുട്ട് ഇങ്ങനെ മുകളിലേക്കാക്കും, എന്നിട്ടൊരു ബോള് പോലെ ചുരുട്ടും ഉമ്മാനെ, അങ്ങോട്ട് പിടിച്ചമർത്തും. അതിന് നഴ്സുമാരുണ്ടാകും, ഡോക്ടർമാരുണ്ടാകും, ഒരു പിടിച്ചമർത്തും. എന്നിട്ട് ചുരുട്ടിയിട്ട് ഉമ്മാന്റെ നട്ടെല്ലിന്റെ ഭാഗത്ത് ഒരു സൂചി കൊണ്ട് കുത്തയ്യ, അതിന് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോധം പോവുകയാണ്, വേദനകൾ ഇല്ലാതാകണം. പക്ഷെ ആ നട്ടെല്ലിന്റെ സൂചിയുടെ വേദന ഇപ്പൊ നിങ്ങൾക്ക് 15 വയസ്സായാലും നിങ്ങൾക്ക് 30 വയസ്സായാലും ആ വേദന പോവില്ല. നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല, പക്ഷെ ഉമ്മാക്ക് വേദന ഉണ്ടാവും, കാലങ്ങളോളം വേദന ഉണ്ടാവും, ആ വേദന പോവില്ല. അത്രയും വലിയ വേദനയാണ് ശരിക്കും എന്ത് ചെയ്യണത്? ഉമ്മ സിസേറിയനിലൂടെ അനുഭവിക്കണത്. ഇനി ബാക്കിയുള്ള ആളുകൾ നേരത്തെ ഫസിൽ പറഞ്ഞ മാതിരി സുഖപ്രസവം എന്ന് പറഞ്ഞ സുഖം ഉണ്ടല്ലോ, അതെന്താന്ന് പറഞ്ഞുതരാം. ഉമ്മാനെ ഒരു സ്ട്രക്ചറിൽ കിടത്തും, എന്നിട്ട് ഉമ്മാന്റെ 2 ഭാഗവും ഒന്നുകിൽ ബാൻഡേഡ് ഇടും, അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സുമാര് പിടിക്കും. എന്നിട്ട് ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ കിടക്കണല്ലോ, ഉമ്മാന്റെ പിന്നെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങും, കുട്ടിനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ ഉമ്മയുടെ വയറ്റിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു പക്ഷെ നിങ്ങളമ്മ അത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് പറഞ്ഞു തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഉമ്മ ഞാൻ വേദനിച്ചില്ലേ, ഞാൻ നിങ്ങളെ ബൈബിളിൽ വേദനിച്ചില്ലേ, ഞാൻ കേട്ടിട്ടില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാ പറയണം. അല്ല പറയാ. അതിനപ്പുറത്തേക്ക് ആ വേദന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ അത് കയ്യ്, ബയോളജി ഞങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ഈ കയ്യ് ബയോളജി ഇങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാല് എത്ര വേദന ഉണ്ടോ അതിനേക്കാൾ എത്രയോ വലിയ വേദന. അപ്പൊ നിങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വീണിട്ട് നിങ്ങളെ കൈ പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചു. അത് ഒരു എല്ലാണ് പൊട്ടുന്നതെങ്കിൽ ഒരുപാട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടിച്ചാലുള്ള വേദന എന്താ? അതാണ് ഉമ്മ നമ്മളെ പ്രസവിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ അത്രയും വലിയ വേദനയാണ്. ആ വേദന വരുമ്പോൾ ഉമ്മാന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഉമ്മ വേദന കടിച്ചമർത്തിയിട്ട് ചിലപ്പോൾ ഉമ്മാന്റെ ചുണ്ട് പൊട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ട് കാലിലും ഡോക്ടർ ഇങ്ങനെ പിടിച്ചിട്ടൊന്നും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കൊടയും. കാലില് പിടിക്കും, തല കീപ്പോട്ടാക്കിയിട്ട്, എന്നിട്ട് പിടിച്ചിങ്ങനെ കുടഞ്ഞിട്ട് നേരെ ആ കുട്ടിനെ ആദ്യം കാണിക്കാതിരിക്കാന്നറിയോ? ഉമ്മാക്കാണ്. നിങ്ങളെ കവിളത്ത് ആദ്യമായി മുത്തം തന്നത് നിങ്ങളെ ചങ്കല്ല, നിങ്ങളെ ഫ്രണ്ടല്ല, നിങ്ങളെ ബ്രോ അല്ല, നിങ്ങളെ എന്തോ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നു, ഒന്നല്ല. ഓരൊക്കെ പിന്നെ എപ്പോഴയോ വന്ന ആൾക്കാരാ. എന്നാൽ ആദ്യമായി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ നിങ്ങളുടെ കാല് പിടിച്ച് ഒന്ന് കുടഞ്ഞ് നിങ്ങളുടെ മുഖം ആദ്യമായിട്ട് കൊണ്ടുപോയത് നിങ്ങളെ ഉമ്മാന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്കാണ്. നിങ്ങളെ കവിളത്ത് ആദ്യമായിട്ട് മുത്തം തന്നത് നിങ്ങളെ ഉമ്മയാണ്. മനസ്സിലാവുണ്ടോ? എന്നിട്ടാണ് പിന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർ കാണുന്നതും മറ്റു കുടുംബക്കാർ വന്നിട്ട് ഞാൻ ഫസ്റ്റ് കുട്ടിനെ എടുത്തു, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുട്ടിനെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? ഫീഡിങ് എന്നറിയാം, പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ അങ്ങനെ ചേർത്തുണ്ട് വെക്കും, ഉമ്മാന്റെ മാറിലേക്ക് ചേർത്ത് വെക്കും. ഇപ്പോഴും നമുക്ക് വല്ലാത്ത സന്തോഷം കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ കിടന്നിട്ട് ഉമ്മാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഉമ്മ ഇങ്ങനെ നമ്മളെ തലമ ഇങ്ങനെ ആക്കി തരുന്ന സമയത്ത് കിട്ടുന്നൊരു സുഖമുണ്ട് അല്ലേ? എത്ര വലിയ സന്തോഷമാണ് അതിൽ. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മളെ നോക്കിയാൽ നമ്മളെ ഉമ്മാന്റെ കാര്യത്തിൽ ഉമ്മാനെ തിരിച്ച് നമ്മൾ എന്താ ശരിക്കും ചെയ്യണേ? നമ്മളൊന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കി കാണും. ഉമ്മാക്ക് ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞ വാക്കുകൾ വരെ ഉമ്മാനോട് നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ ഉമ്മാനോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. ഇത് പറഞ്ഞതിൻ്റെ ചേന്നല്ല. സത്യത്തിൽ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും നമ്മളിന് വരാൻ പാടില്ല. ഉമ്മാന്റെ മുന്നിൽ നമ്മൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പണ്ഡിതന്റെ ചരിത്രം പറഞ്ഞുതരാം. വലിയ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് ഇബ്നു സീരിൻ റഹ്മത്തുള്ളാഹി. ഇബ്നു സീരിൻ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ കുറഞ്ഞങ്ങോട്ട് വരും. വളരെ ശബ്ദം താഴ്ത്തിയിട്ടായിരിക്കും പിന്നെ സംസാരിക്കാം. കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരം വീണ്ടും ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരും. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ ആ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ചോദിക്കും, എന്താ ഇപ്പം ഇതിങ്ങനെ, മൂപ്പർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല അസുഖം വല്ലതും ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാണ് മറ്റുള്ളവർ പറയണത് എന്താണെന്നറിയോ? മൂപ്പർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, മൂപ്പര ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ, ഉമ്മ ഇങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഉമ്മ വേഗം എന്ത് ചെയ്യും? ഇദ്ദേഹം സംസാരം ഇങ്ങനെ കുറക്കും. വലിയ പണ്ഡിതനാണ്. പക്ഷെ ഉമ്മ ഉള്ള സമയത്ത് ഉമ്മാന്റെ മുന്നിൽ ശബ്ദം ഞാൻ ഉയർത്താൻ പറ്റൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാണ് ശരിക്ക്. അങ്ങനെയുള്ള മുൻഗാമികൾ കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ നമ്മളെ ഉമ്മാനോട് എന്തൊക്കെ വാക്കുകൾ പറയുന്നുണ്ട്. നമ്മളെ വാപ്പാനോട് ചിലപ്പോൾ അത്ര ദേഷ്യപ്പെടില്ല. വാപ്പാനോട് ദേഷ്യപ്പെട്ടാൽ നല്ല കിട്ടൽ കിട്ടും അല്ലേ? അതുകൊണ്ട് മുണ്ടൂല. പക്ഷെ ഉമ്മാനോടോ എനിക്കെന്തും പറയാന്നാ. ശരിക്ക് ഉമ്മയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാലേ ഉമ്മാന്റെ മുടി പിടിച്ച് വലിക്കണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപം പറഞ്ഞു. പാപം ചെയ്താൽ സ്വർഗത്തിലെത്തുവോ? ഇല്ല, നരകത്തിലാണ്. എങ്കിൽ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വൻ പാപമാണ്, വലിയ തെറ്റാണ്. ഉമ്മാനിപ്പാനെ ഉപദ്രവിക്കുക. അപ്പൊ എന്താണ് ഉമ്മാനിപ്പാനെ ഉപദ്രവിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? നമ്മൾ കാരണത്താൽ നമ്മളെ ഉമ്മ കരയാം. നമ്മളെന്തോ പറഞ്ഞതിന്റെ പേരിൽ, നമ്മളെന്തോ ചെയ്തതിന്റെ പേരിൽ നമ്മളെ ഉമ്മ കരയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാണ് ശരിക്ക്. നമ്മൾ ആ ഉമ്മ ഇല്ലാത്ത ഒരു ലോകം ആലോചിച്ചാൽ മതി.
അപ്പം നമുക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നൂല. ഞാൻ ഈ പറയുന്നത് നേരെ ശ്രദ്ധിച്ചു. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പിന്നെ കളിക്കാൻ വേണ്ടി പോയി. അപ്പം ഇന്ന് നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരത്ത് കളിക്കാൻ വേണ്ടി ഉമ്മ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഉമ്മ പറഞ്ഞോ ചായയൊക്കെ എടുത്തോടെ ഈക്കതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോടൊക്കെ തർക്കം ചെയ്തിട്ട് നിങ്ങൾ പോയി എന്ന് വിചാരിക്കും. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് നിങ്ങളൊരു അയൽവാസി വന്ന് നിങ്ങളെ വിളിക്കണം. നിങ്ങളെ വിളിച്ചിട്ട് പറയാണ് പിന്നെ ഇജ് വേഗം ഒന്ന് വാ, എൻ്റെ പിന്നെ വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും. അപ്പം നമ്മൾ വേഗം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്തുണ്ട് ഇങ്ങനെ ആൾക്കാർ കുറച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പം നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു വിഷമത്തോടു കൂടി നോക്കുകയാണ്. നമ്മളാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ടുണ്ടേനും. നമ്മളങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറി നമ്മളെ വീടിൻ്റെ ഓഫീസ് റൂമിലേക്കോ അല്ലെങ്കിൽ ഹാളിലേക്കോ ഇങ്ങനെ കയറുമ്പോൾ ഉമ്മാനെ കിടത്തിയ ഭാഗത്തുണ്ട് കുറേ സ്ത്രീകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ നീങ്ങി നിന്നു. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മളെ ഉമ്മാന്റെ താടിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ട് കെട്ടുന്നുണ്ട്. ഉമ്മാന്റെ മൂക്കിൽ ഇങ്ങനെ ഒരു പഞ്ഞി വെച്ചുകൊണ്ട് ഒരു വെള്ള ഉമ്മാന്റെ മേലെ ഇങ്ങനെ വെക്കണ ഒരു രംഗം ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കണേ. നമ്മളതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ വാപ്പ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് കരയണത്. നമ്മളെ ഉമ്മ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നതാണ്, ഉമ്മ മരിച്ചുട്ടോ. ആ ഒരു രംഗം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒറ്റ രംഗം മതി. നമ്മളെ ഉമ്മാനെ നമ്മളിന്ന് കാണുന്നത് ഒരു വെള്ള പുതച്ചുകൊണ്ട് ഒരു മയ്യത്ത് പോലെ നമ്മളെ ഉമ്മ കിടക്കണ രംഗം ആലോചിച്ചാൽ പിന്നെ നമുക്ക് അത് ആലോചിച്ചാൽ തന്നെ ഉമ്മാനോട് പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നൂല. കാരണം ഇന്ന് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഇന്ന് ഒരു 6 മണിയോടുകൂടി നിങ്ങളെ ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ചു, നാളെ രാവിലെ 8 മണി അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴേക്ക് നിങ്ങളെ വീടിൻ്റെ പിന്നെ ബോർഡിൽ ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ ആ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും മയ്യത്ത് നമസ്കാരം രാവിലെ 9 മണിക്ക്. നാളെ രാവിലെ പിന്നെ നിങ്ങളെ ഉമ്മാൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കും. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഓരോ മോനുണ്ടല്ലോ, മൂത്ത മോനില്ലേ, ഓൻ വന്നിട്ടില്ലല്ലോ, ഓനൊന്നും ഇങ്ങോട്ട് വരുത്തിച്ചെന്നറിയും. എന്നിട്ട് നമ്മക്ക് ഇങ്ങനെ ഉമ്മാൻ്റെ ആ ഒരു മുഖം ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആരൊക്കെ പറയും, ഉമ്മാക്ക് അവസാനമായിട്ടൊരു മുത്തം കൊടുത്തളട്ടോ അറിയും, ഉമ്മാക്കൊരു മുത്തം കൊടുത്തള അറിയും. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ ഉമ്മാൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മുഖം അങ്ങനെ മറക്കുക. അത് മറച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കൊണ്ടുപോകണം. ഒരു 9-9:30 മണിയാകുമ്പോഴേക്ക് നിസ്കാരവും കഴിഞ്ഞ് ഉമ്മാൻ്റെ കബറടക്കവും കഴിയും. ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തും. പിന്നെ നമ്മളെ വീട് നമുക്ക് എന്താണെന്നറിയോ, ഒരു ശൂന്യതയായിരിക്കും ഉണ്ടാകുക. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമ്മളമ്മേക്കാരം. ഏറ്റവും കൂടുതൽ. ഞാനിത് വെറുതെ പറയല്ല, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എന്നാലും അവരൊക്കെ ചോദിക്കും. അതിനേക്കാൾ ഒരു പക്ഷേ ഞാനൊരു പ്രോഗ്രാമിനോ മറ്റോ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വിളിക്കുന്നെ, ഉമ്മാൻ്റെ കുട്ടി വല്ലതും കഴിച്ചോ. ഓരോ ദിവസവും രാവിലെ വിളിക്കും, ഉച്ചക്ക് വിളിക്കും, എന്താ കഴിച്ചതെന്ന് വെച്ചിട്ട്. ഞാനിത് പറയണത് ഇപ്പം നമ്മളോട് ചോദിക്കാൻ ഒരാളുണ്ട്. പക്ഷേ നമ്മളെ ഉമ്മ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനേ ആരും ഉണ്ടാവില്ല. നാളെ വൈകുന്നേരത്ത് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുമ്പോൾ ഒക്കെ നമ്മളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലോടിയിട്ടും പിന്നെ കൈ പിടിച്ചിട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ അമ്മ ഉണ്ട്. പക്ഷെ നാളെ അത് ഉണ്ടാവില്ല. പിന്നെ ആരുമില്ല നമുക്ക്. ശരിക്കും നമ്മൾ തികച്ചും ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് നമ്മളെ അമ്മ മരിച്ചാലുണ്ടാകും. അതേപോലെ തന്നെ നമ്മളെ വാപ്പ. നമുക്കെല്ലാവർക്കും വാപ്പാനെ കുറിച്ച് പറയാനുള്ളത് എന്താ, വാപ്പ ഭയങ്കര ചൂടനാണ്, വാപ്പ ഭയങ്കര പ്രശ്നമാണ്, വാപ്പാൻ്റെ അടുത്തൊന്നും നടക്കൂല, അല്ലെ, വാപ്പാക്കൊരു സ്നേഹമല്ല, വാപ്പാക്ക് അല്ലെങ്കിൽ വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയുള്ളൂ, എന്തൊക്കെയാ നമ്മൾ പറയാ. പക്ഷെ സത്യത്തിൽ നമ്മളെ വാപ്പ ഒരു 2 ആഴ്ച പനിച്ച് കിടന്നാലേ നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടെ, ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം കേട്ടോ പറയണേ. എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടുകാരനായ ഒരാൾ, അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരാൾക്ക് മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ ചോദിച്ചു. മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല, ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ഇയാൾ വർത്താനം പറയുമ്പോഴേക്ക് ഇയാൾ ഇങ്ങനെ കരയണം.
അപ്പം എനിക്ക് മനസ്സിലായി അയാൾക്ക് എന്തോ ഒരു വിഷമമുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ നേരെ മൂപ്പരെടുത്ത് ചെന്നു. അങ്ങനെ ഇയാൾ ഉണ്ടായ സംഭവം പറയണം എന്താ അറിയോ, അയാളുടെ മകള് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ടൂറ് പോകുമല്ലോ. അപ്പം ഈ മകള് പിന്നെ ഉമ്മാനോട് പറഞ്ഞിക്കാണ് എന്നെ ടൂറ് പറഞ്ഞയക്കോ ചോദിച്ചു. ഈ ഉമ്മ വന്നിട്ട് ഈ ചങ്ങായിനോട് നമ്മളെ സുഹൃത്തിനോട് പറയണം, പിന്നെ ഓൾക്ക് ഇങ്ങനെ ടൂറ് പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്, നിങ്ങൾ പറഞ്ഞയക്കോ ചോദിച്ചു. പറഞ്ഞു ടൂറ് പോണീനൊന്നും പ്രശ്നമില്ല, പക്ഷെ ഇപ്പം പൈസ അല്ല. എത്ര പൈസ ചോദിച്ചു. അപ്പോൾ വലിയൊരു സംഖ്യ പറയണേ. ഇയാൾ പറഞ്ഞു അല്ലെങ്കിലേ പൈസ അല്ല, നമ്മൾ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ടൂറ് നമുക്ക് പിന്നെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളത് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങണം. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇയാൾ അങ്ങനെ പറഞ്ഞിറങ്ങിയിട്ട് ഇയാൾ ഇങ്ങനെ റോട്ടിലെത്തിയെന്നാണ്. അപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ലല്ലോ എന്ന് വെച്ചെന്തേ. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. തിരിച്ചു ചെല്ലുമ്പോൾ ഇയാൾ കേൾക്കുന്നത് എന്താണെന്നറിയോ, ഇയാളുടെ പിന്നെ ചെരുപ്പ് സ്റ്റെപ്പിന്റെ ഭാഗത്ത് അഴിച്ചു വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇയാളുടെ മകള് 10ാം ക്ലാസ് പഠിക്കുന്ന മകള് ഉമ്മാനോട് പറയാണ്, ഞങ്ങളുടെ കാര്യം നോക്കാൻ കഴിയാത്ത ഒരു ഇപ്പം എന്തിനാ ഞങ്ങൾക്ക് ഒരു ടൂറ് പോലും പറഞ്ഞേക്കാനുള്ള പൈസ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ മരിച്ചു ഒന്ന് ചത്തു ആയിക്കോട്ടെ, ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു, എന്നാ ഒരു സമാധാനം കിട്ടിയിരുന്നു. ഇതാണ് ആ പെൺകുട്ടി പറയണത്. ഇത് ആ വാപ്പ കേൾക്കാണ്. ആ വാപ്പ പറയാണ്, ഞാൻ ഇങ്ങനെ കയറി എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞിക്കാണ്. ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ എടുത്തു, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു ലോറി വന്നിട്ടെങ്കിലും ഞാനൊന്ന് ഇടിച്ചിട്ട് ഇന്നെന്ന് ഇടിച്ച് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. കാരണം ഞാൻ മരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ അതിനും ഞാൻ റെഡിയാണ്. സത്യത്തിൽ നമ്മളെ ഉപ്പാനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു തരട്ടെ. ഇപ്പം നിങ്ങളും ഉപ്പയും കൂടി ഒരു കൂൾ ബാറിൽ കയറി വിചാരിച്ചു, നിങ്ങൾ എന്തെങ്കിലും അങ്ങാടിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഇപ്പം ഒരു ജ്യൂസ് കുടിച്ചു തരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ പറയും നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോചിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നൽകും ആ ഒരു പിന്നെ അവിടെയുള്ള എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ കിട്ടും. അപ്പം ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളത് എനിക്ക് ഇന്നത് വേണമെന്നാണ്. ആ സമയത്ത് നിങ്ങളുടെ വാപ്പ എന്താ മേടിക്കാന്നറിയോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. വാപ്പ ഒരു ലൈമായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ചായ മാത്രമായിരിക്കും. നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ് മേടിച്ചു തരുമ്പോൾ നിങ്ങളുടെ വാപ്പ വളരെ തുച്ഛമായ വളരെ വില കുറവുള്ളതാ മേടിക്കുക. നിങ്ങൾ തിന്നണതൊക്കെ വാങ്ങണമെന്ന് വാപ്പാക്കും ആഗ്രഹമുണ്ട്, പക്ഷെ വാപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമ്മളോട് പറയില്ല, നമ്മൾ മുണ്ടാതൊക്കും. നിങ്ങളപ്പ എന്തെങ്കിലും മരുന്ന് കുടിക്കണം നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ വാപ്പ മരുന്ന് കുടിക്കണം നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ ഉമ്മ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാറുള്ളത് നിങ്ങൾക്ക് അറിയോ? നമ്മളിങ്ങനെ വേറെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ മക്കളെ. നമ്മളെ ഉമ്മാക്ക് അസുഖങ്ങളുണ്ട്. നമ്മളെ ഉമ്മ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക എന്താ അറിയോ, ഉമ്മ എനിക്ക് ചോക്ലേറ്റ് കൊടുക്കണോന്നാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോന്നാ. നമ്മളവിടെ ചോദിക്കേണ്ടത് എന്താ, ഉമ്മ എന്താ ഡോക്ടർ പറഞ്ഞേ, ഉമ്മ എന്താ മരുന്ന് എന്താണ്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നമ്മൾ ചോദിക്കേണ്ട ആളുകൾ, പക്ഷെ നമ്മൾ ചോദിക്കണില്ല. നമ്മളെ കാര്യം മാത്രം നോക്കുക. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ഉമ്മാനി സ്നേഹിക്കുന്നുണ്ടോ, നമ്മളെപ്പാനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉപ്പ നമ്മക്ക് വേണ്ടി ഇപ്പം നമ്മളൊന്ന് ഉച്ചക്കൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആകെ വിയർത്തൊലിക്കാന്ന് പറയും. 2 ഫാനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക. ആ സമയത്ത് നമ്മളെ വാപ്പ ഇങ്ങനെ നട്ടുച്ചക്ക് ഇങ്ങനെ അധ്വാനിക്കുന്നുണ്ടാവും, വിയർത്തൊലിച്ചു വരും. എന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് വാപ്പാക്ക് ഓർമ്മ, ഞാൻ സോപ്പ് വാങ്ങിയിട്ടില്ലല്ലോ. അപ്പം നമ്മളോടൊന്ന് പറയും, ഒരു സോപ്പ് മേടിച്ചോണ്ടേ മോനെ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ദേഷ്യപ്പെടുക, ഇപ്പം അവിടുന്നല്ലേ വരുന്നത്, നിങ്ങൾക്ക് തന്നെ വാങ്ങിയാൽ പോരേന്ന്. അത് മറന്നത് കൊണ്ടാണ്. മറന്നിട്ട് നമ്മളോടൊന്ന് പറയണം, അത്ര നേരം അധ്വാനിച്ച് വരികയാണ്. പക്ഷെ നമ്മളതെന്ത് ചെയ്യണില്ല, നമ്മൾ ശ്രദ്ധിക്കണില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ പറയണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ, നമ്മളെ ഉമ്മ മരിച്ചിട്ട് വാപ്പ വേറെ കല്യാണം കഴിച്ചാലും ഉപ്പ മരിച്ചിട്ട് ഉമ്മ വേറെ കല്യാണം കഴിച്ചാലും നമുക്ക് നമ്മുടെ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും പകരമാവില്ല അത്. അതുകൊണ്ട് കിട്ടുന്നൊരു സമയം നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരെ സ്നേഹിച്ചും അവരെ പരിഗണിച്ചും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ നെറ്റിയിൽ മുത്തം കൊടുത്ത് അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ശരിക്കും നല്ല ഒരു മക്കളായി മാറുന്നുള്ളൂ. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക.
അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. നമ്മളെപ്പോഴും ഉമ്മാക്കുപ്പാക്കും വേണ്ടി പ്രാർത്ഥന നടത്തണം. ഏതാണ് ആ പ്രാർത്ഥന? ഏതാ ഉമ്മാക്കുപ്പാക്കുള്ള പ്രാർത്ഥന ഏതാ? ربي اغفر لي ഏ റബ്ബയാനി സൈറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി ايه സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും നടത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام വലൈക്കും അസ്സലാം വലൈക്കും അസ്സലാം. വലൈക്കും